കീം പരീക്ഷാ ഫല പ്രഖ്യാപനമാണിപ്പോൾ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുന്നത്. നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള ഈ സോഫ്റ്റ്വെയർ ഒക്കെ വികസിപ്പിച്ചതും അതൊക്കെ കൃത്യമായി നടത്തിയതും CDIT ആണ്. അതും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്. പരീക്ഷ പൂർത്തിയാക്കിയതിന് ശേഷം നമുക്കറിയാം, ഈ വർഷം CBSE ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അനിശ്ചിതത്വമുണ്ടായിരുന്നു. നമ്മൾ ആദ്യം കീമിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ട് പ്രവേശന പരീക്ഷ, അതായത് ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ +2 പരീക്ഷയുടെ മാർക്ക് ഷീറ്റുകൾ അപ്ലോഡ് ചെയ്യുവാനായിട്ടുള്ള സമയം കൊടുത്തിരുന്നത് ജൂൺ 7 വരെയായിരുന്നു. പക്ഷേ CBSE ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ അനിശ്ചിതത്വത്തെ തുടർന്ന് വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം നമ്മളത് ജൂൺ 14 വരെ നീട്ടിക്കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കീമിൻ്റെ ഫലപ്രഖ്യാപനവുമായി മുന്നോട്ട് പോവുകയും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഫലം പ്രഖ്യാപിക്കുവാൻ നമ്മൾ സജ്ജവുമായിരുന്നു. അത് നമ്മൾ പ്രഖ്യാപിക്കുന്ന ഡേറ്റും നമ്മൾ അനൗൺസ് ചെയ്തിരുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ ഫലപ്രഖ്യാപനം നടത്തുന്നതിൻ്റെ തലേ ദിവസമാണ് CBSE റീവാലുവേഷൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ കുറച്ചധികം കുട്ടികൾക്ക് അവരുടെ മാർക്ക് ഷീറ്റ് കൂടി അപ്ലോഡ് ചെയ്യുവാനായിട്ടുള്ള സമയം കൊടുക്കണമെന്ന് അവരാവശ്യപ്പെട്ടത് പ്രകാരം നമ്മൾ വീണ്ടും ഒരു ദിവസം കൂടി നമ്മൾ ഫലപ്രഖ്യാപനം മാറ്റിവെക്കുകയും വീണ്ടും മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അധികമായിട്ട് അനുവദിക്കുകയും, അങ്ങനെ നമ്മൾ അനുവദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇപ്പോൾ ഇന്ന് നമുക്ക് ഫലപ്രഖ്യാപനത്തിലേക്ക് എത്തുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഫലപ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇനി മുന്നോട്ടുള്ള അഡ്മിഷൻ ഷെഡ്യൂളും അലോട്ട്മെൻറ്റ് ഷെഡ്യൂളുമായിട്ട് പോകുന്നതായിരിക്കും. നമ്മൾ 2026 പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തി സർക്കാർ അംഗീകരിച്ച നോർമലൈസേഷൻ ഷെഡ്യൂൾ അനുസരിച്ച്, ഫോർമുല അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കൂടാതെ നമ്മുടെ സാമുദായിക, അതുപോലെ തന്നെ പ്രത്യേക സംവരണം, നേറ്റിവിറ്റി, വരുമാനം എന്നിവയ്ക്ക് അർഹമായിട്ടുള്ള കാറ്റഗറി ലിസ്റ്റ് 29-ാം തീയതി പ്രസിദ്ധീകരിക്കുന്നതാണ്. അതുപോലെ ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ 30/6/2026 ആരംഭിച്ച് 4/7/2026 അവസാനിക്കുന്നതാണ്. മറ്റ് നടപടികൾക്ക് ശേഷം 8/7/2026 ആദ്യഘട്ട അലോട്ട്മെൻറ്റ് ആരംഭിക്കുന്നതാണ്. ഇത് നമ്മൾ AICTയുടെ ഷെഡ്യൂൾ നമ്മുടെ മുമ്പിലുണ്ട്. AICTയുടെ ഷെഡ്യൂൾ അനുസരിച്ച് ഓഗസ്റ്റ് 14-നകം ബിടെക്കിൻ്റെ അഡ്മിഷൻ പൂർത്തീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അത് സമയബന്ധിതമായിട്ട് അതിന് നേരത്തെ തന്നെ നമ്മൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സാധാരണ നിലയിൽ നമ്മൾ ഇത്തവണ CBSE ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ കാലതാമസം വന്നെങ്കിൽ കൂടിയും നമ്മുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സും അഡ്മിഷൻ പ്രൊസീജിയറും നമ്മൾ പരമാവധി ജൂലൈ മാസം അവസാനം അല്ലെങ്കിൽ ഓഗസ്റ്റ് ആദ്യം തന്നെ പൂർത്തീകരിക്കത്തക്ക തരത്തിലുള്ള ഒരു അഡ്മിഷൻ അലോട്ട്മെൻറ്റ് കലണ്ടറുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇത് സംബന്ധിച്ച യൂണിവേഴ്സിറ്റിയുമായും കോളേജുകളുടെ മാനേജ്മെൻറ്റുകളുടെ പ്രതിനിധികളുമൊക്കെ ആയിട്ട് നമ്മൾ ചർച്ചകൾ നടത്തിയിരുന്നു. അപ്പോൾ നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയർ, അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ അനന്തമായി നീണ്ടുപോകുന്നത് ഒഴിവാക്കിക്കൊണ്ട് സമയബന്ധിതമായിട്ട് അത് പൂർത്തീകരിക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതാണ്. ഇനി നമ്മുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള റാങ്ക് ഹോൾഡേഴ്സ് എഞ്ചിനീയറിംഗിൽ 1ാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് 600-ൽ 586.1408 മാർക്കോട് കൂടി 1ാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് റോഷൻ രാജു എന്ന വിദ്യാർത്ഥിക്കാണ്. അദ്ദേഹം എൻ്റെ മണ്ഡലത്തിൽ തന്നെ പെട്ടയാളാണ്. അങ്കമാലി അയ്യമ്പുഴ സ്വദേശിയാണ്. അദ്ദേഹം JEE പരീക്ഷയിലും അദ്ദേഹം സംസ്ഥാനത്ത് 1ാം റാങ്ക് ലഭിച്ച വിദ്യാർത്ഥിയായിരുന്നു. 2ാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് ധ്യാൻ തേജ് മണപ്പാട്ടി എന്ന വിദ്യാർത്ഥി, കണ്ണൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് സെയിം സ്കോർ തന്നെയാണ്. പക്ഷേ അവിടെ നമ്മൾ സെയിം സ്കോർ വരുമ്പോൾ അതിനകത്ത് റാങ്ക് നിശ്ചയിക്കുന്ന ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ട്, ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല മാത്തമാറ്റിക്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ് റോഷൻ രാജു 1ാം റാങ്കും അതുപോലെ തന്നെ ധ്യാൻ തേജ് മണപ്പാട്ടി 2ാം റാങ്കും. ധ്യാൻ തേജ് ഡീറ്റെയിൽസ് തരാം. ധ്യാൻ തേജ് എഞ്ചിനീയറിംഗിൽ 3ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് പെൺകുട്ടിയാണ്. വിസ്മയ KR, തൃശ്ശൂർ സ്വദേശിയാണ്. അതുപോലെ തന്നെ 4ാം റാങ്ക് രോഹിത് കൃഷ്ണ H, അദ്ദേഹം എറണാകുളം ചോറ്റാനിക്കര സ്വദേശിയാണ്. മറ്റ് റാങ്കുകൾ ഡീറ്റെയിൽസ് ഉണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ SC/ST വിഭാഗത്തിലും ഒക്കെ റാങ്ക് ലഭിച്ച ആളുകളുടെ വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 3ാം റാങ്ക് കിട്ടിയിരിക്കുന്ന പെൺകുട്ടിക്കാണ്. അതിനുശേഷം 19ാം റാങ്ക് കിട്ടിയിരിക്കുന്നതും ഒരു പെൺകുട്ടിക്ക് തന്നെയാണ്. പിന്നെ ജില്ല തിരിച്ചിട്ടുള്ള വിശദാംശങ്ങൾ
എല്ലാം നമ്മളതിൽ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫാർമസിയിൽ ബിഫാമിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് 300-ൽ 286.257 മാർക്കുമായിട്ട് വിനായക് നാരായണാണ്. തൃശ്ശൂർ പോട്ട സ്വദേശിയാണ്. 2ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് തൃശ്ശൂർ ഒല്ലൂർ സ്വദേശിയായിട്ടുള്ള ജെസ്സി ജസ്റ്റിൻ എന്ന വിദ്യാർത്ഥിയാണ്. 3ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് ദിയ ഫാത്തിമ മലപ്പുറം സ്വദേശിനിയാണ്. ആ ഡീറ്റെയിൽസും നിങ്ങൾക്ക് റിസൾട്ടിൻ്റെ ഡീറ്റെയിൽഡ് റിസൾട്ട് നിങ്ങൾക്ക് കൈകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവേശന കമ്മീഷണറുടെ ഓഫീസുമായി പ്രവർത്തിച്ച് അതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സീഡിറ്റ്, നമ്മുടെ സാങ്കേതിക വിദഗ്ധർ, ഈ പല സ്ഥലങ്ങളിലും പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സൂപ്പർവൈസർമാരായും ഇതിൻ്റെ മേൽനോട്ടത്തിനുമൊക്കെ പങ്കുവഹിച്ച നിരവധിയായിട്ടുള്ള അധ്യാപകർ, കമ്പ്യൂട്ടർ എക്സ്പേർട്സ്, അങ്ങനെ എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുന്നു. അതോടൊപ്പം അവരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക്, ജീവിതത്തിന് എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. അതെല്ലാ വർഷവും സംഭവിക്കുന്നതാണ്. അത് കുറേ അധികം ആളുകൾ മെഡിക്കലിന് പോകുന്നവരുണ്ട്. അവരൊന്നും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാറില്ല. അതെല്ലാ വർഷവും അങ്ങനെ തന്നെ സംഭവിക്കുന്നതാണത്. പിന്നെ ചില ആളുകൾ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി എഴുതുന്നവരുണ്ട്. അവരതിന് ശേഷം മാർക്ക് ഷീറ്റൊന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് അവർ താല്പര്യപ്പെടാറില്ല. ഇല്ല, CBSE കുട്ടികളുടെ വിഷയം അത് നമ്മൾ പരമാവധി നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 2 തവണ അവർക്ക് സമയം നീട്ടിക്കൊടുത്തു. ഇപ്പോഴും CBSEയുടെ ഭാഗത്ത് നിന്ന് റീവാലുവേഷൻ അവർ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഒരു 87% റീവാലുവേഷൻ്റെ റിസൾട്ട് അവർ പറഞ്ഞു. ടീം പരീക്ഷാഫലം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുകയായിരുന്നു. തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.